മഹാപണ്ഡിതനും അദ്വൈത തത്വജ്ഞാനിയുമായിരുന്ന ശങ്കരാചാര്യർ തന്റെ പാണ്ഡിത്യം കൊണ്ട് ലോകം മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ സർവജ്ഞപീഠം കയറാനായി യാത്ര ചെയ്യുകയായിരുന്നു. ഈ യാത്രയിൽ കണ്ണൂരിന്റെ കിഴക്കൻ പ്രദേശമായ പുളിങ്ങോത്ത് വെച്ച് അദ്ദേഹം ഒരു പുലയ യുവാവിനെ കണ്ടുമുട്ടി. അലങ്കാരൻ എന്നായിരുന്നു ആ പുലയ യുവാവിന്റെ പേര്. ശങ്കരാചാര്യർ തന്റെ ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ഒരു പുലയനും അവന്റെ നായയും നിൽക്കുന്നത് കണ്ടു. അയിത്തം നിലനിന്നിരുന്ന ആ കാലത്ത് ശങ്കരാചാര്യർ പുലയനോട് വഴിമാറിപ്പോകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അലങ്കാരൻ എന്ന ആ പുലയ യുവാവ് ശങ്കരാചാര്യരോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ ആരെയാണ് വഴിമാറാൻ പറയുന്നത്? ഈ ശരീരത്തെയാണോ അതോ ആത്മാവിനെയാണോ? ശരീരമാണെങ്കിൽ എല്ലാ ശരീരങ്ങളും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമല്ലേ? ആത്മാവാണെങ്കിൽ എല്ലാ ആത്മാക്കളും ഒന്നുതന്നെയല്ലേ? നിങ്ങളെ കൊത്തിയാലും ഞങ്ങളെ കൊത്തിയാലും ഒരേ ചോരയല്ലേ? പിന്നെന്തിനാണ് ഈ ജാതിഭേദം? ഈ ചോദ്യങ്ങൾ കേട്ട് ശങ്കരാചാര്യർ അത്ഭുതസ്തബ്ധനായി. ഒരു സാധാരണ പുലയ യുവാവിന് ഇത്രയും വലിയ ആത്മജ്ഞാനം എങ്ങനെ ലഭിച്ചുവെന്ന് അദ്ദേഹം ചിന്തിച്ചു.